നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ ഒരു ജോബാണ്. അതും SBI കാർഡിന്റെ ജോബാണ്. വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു മികച്ച അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ ബാങ്കിങ് മേഖലയിലേക്ക് കടക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മൊത്തം കാണണം. 10th ക്ലാസ് പാസ്സായി, 12th ക്ലാസ് പാസ്സായി, ഗ്രാജുവേറ്റ് പാസ്സായി, പക്ഷെ ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നോക്കണം. നിങ്ങൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അത് ആ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ജോബിന്റെ, വീട്ടിലിരുന്ന് ചെയ്യുന്ന ഈ ഒരു ജോബിന്റെ സാലറി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അത് ചെറിയ കമ്പനിയല്ല, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ക്രെഡിറ്റ് കാർഡിന്റെ കമ്പനിയാണിത്. ഈ റിക്രൂട്ട്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് പരീക്ഷയില്ല, നിങ്ങൾക്ക് ഫീസും ഇതിനൊത്ത് കൊടുക്കണ്ട. 10th ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാൻ പറ്റും, 12ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാൻ പറ്റും, ഗ്രാജുവേഷൻ യോഗ്യതയുള്ളവർക്ക് വരെ ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നും അപേക്ഷിക്കാം. നിങ്ങൾ ഇതിനകത്തൊന്ന് ഹൈബ്രിഡ് ജോബ. അപ്പോൾ നമുക്ക് കൊച്ചിയിലുള്ളത് ഹൈബ്രിഡ് ജോബ, അതായത് വീട്ടിലിരുന്ന് ചെയ്യാവുന്നതുകൊണ്ട്, അല്ല നിങ്ങൾക്ക് കൊച്ചിയിൽ തന്നെ അവരുടെ ഓഫീസിൽ പോയിരുന്ന് ചെയ്യാവുന്നതുകൊണ്ട്. പക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് നോക്കും, നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കാണിക്കും ഇത് ഹൈബ്രിഡ് ജോബാണ്. ഹൈബ്രിഡ് ജോബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 തരത്തിൽ, അത് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും, ഓഫീസിൽ പോയി ചെയ്യാൻ പറ്റും. അതല്ല നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഉണ്ടെങ്കിൽ അവിടെ റിമോട്ട് ജോബുകളും ഉണ്ട്. വളരെ നല്ല വേക്കൻസിയാണ്. പക്ഷെ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഞാൻ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഒരു പ്രധാന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ആ പ്രധാന കാര്യം എന്താണെന്ന് ഇപ്പം പറയത്തില്ല, വീഡിയോയുടെ അവസാനമേ പറയത്തുള്ളൂ. കാര്യം 1 മിനിറ്റ് 1.5 മിനിറ്റ് ഒക്കെ കണ്ടിട്ട് പോകുന്നവർക്ക് അതിന്റെ ആവശ്യമില്ല. അവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അത് അവർക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് അവര് ഇത് ഇട്ടിട്ട് പോയി. അപ്പോൾ അവർക്കത് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ഏറ്റവും അവസാനം ആ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്. നിങ്ങൾ ഈ പ്രധാനപ്പെട്ട കാര്യം അറിയാതെ അപേക്ഷിച്ചാൽ ചിലർക്ക് നിരാശയുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് SBI കാർഡിലേക്കാണ്. ഇത് നേരിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ബാങ്ക് ബ്രാഞ്ച് അല്ലെങ്കിൽ PO പോലുള്ള സർക്കാരിന്റെ തസ്തികയല്ല. ഇത് SBI കാർഡ് വിഭാഗത്തിലെ BKYC സപ്പോർട്ട് പോസ്റ്റിലേക്കുള്ള നിയമനമാണ് നിങ്ങൾക്ക് നടക്കുന്നത്. ജോലിയുടെ പ്രധാന പ്രത്യേകത വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ജോലി ചെയ്യാവുന്നതാണ്. ഒഴിവുകളുടെ എണ്ണം വ്യക്തമാക്കിയിട്ടില്ല, വിവിധ ഒഴിവുകളാണുള്ളത്. ഞാൻ ഇതിനകത്ത് സെർച്ച് ചെയ്തു. കൊച്ചിയിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 2 വേക്കൻസിയാണുള്ളത്. 2 ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അപേക്ഷ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ താല്പര്യമുള്ളവർ കഴിയുന്നത്ര വേഗം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങളുടെ യോഗ്യത എന്തൊക്കെയാണെന്ന് നോക്കി. യോഗ്യത നോക്കുമ്പോൾ 10ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാൻ പറ്റും, 12ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാൻ പറ്റും, ഗ്രാജുവേഷൻ പൂർത്തിയായവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ആ ജോബിൽ അപ്ലൈ ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു പ്രധാന കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, നിങ്ങൾക്ക് പ്രഷറിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് 10ാം ക്ലാസ്സുകാർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും, 12ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാൻ പറ്റും, ഗ്രാജുവേറ്റുകാർക്കും ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും, ഗ്രാജുവേഷൻ പാസ്സായവർക്ക് നിങ്ങൾക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. നിങ്ങൾ ഇതൊക്കെ പാസ്സായെങ്കിൽ നിങ്ങൾ ഇതുവരെ ജോലിയൊന്നും ആയിട്ടില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, അങ്ങനെയുള്ളവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഉള്ളവർക്കും പ്രഷർ ആയിട്ടുള്ളവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഏജ് ലിമിറ്റിനെ പറ്റിയാണ്. നിങ്ങളുടെ മിനിമം ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ്. പരമാവധി പ്രായപരിധി പ്രത്യേക വഴി നൽകിയിട്ടില്ല. എന്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 55 വയസ്സ് വരെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഞാൻ 55 വയസ്സ് വരെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇവര് തന്നെ ഇവരുടെ ഈ ഇതിനകത്ത് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, SC ST OBC-കാർക്ക് നിയമാനുസൃതമായ ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള ആനുകൂല്യം കിട്ടും, കൺസിഡറേഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 55 വയസ്സെന്ന് പറഞ്ഞത്. കാര്യം 55 വയസ്സിൽ കൂടുതലൊന്നും ഉള്ളവർക്ക് നമ്മൾ അങ്ങനെ വർക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല. 55 വയസ്സ് വരെ ഓക്കെ. ഇനിയാണ് ഒരു പ്രധാന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സംശയം തോന്നാം നിങ്ങളുടെ ജോലി ഏത് ടൈപ്പിലായിരിക്കണം, എന്ത് ജോലിയാണ്, നിങ്ങളുടെ ജോബ് പ്രൊഫൈൽ എന്താണെന്ന്. അപ്പൊ ഈ ജോലിയിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന റെസ്പോൺസിബിലിറ്റി, അതാണ് ഞാൻ പറയുന്നത്. വീഡിയോ KYC സപ്പോർട്ട് ജോലിയാണ്. വീഡിയോ KYC സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുമായിട്ട് നിങ്ങൾ വീഡിയോയിലൂടെ കോൾ ചെയ്ത് അവരുടെ ഡോക്യുമെന്റ് പരിശോധിക്കുക, ബാക്കിയുള്ള KYC ഡീറ്റെയിൽ പരിശോധിക്കുക. അതാണ് വീഡിയോ KYC സപ്പോർട്ട് എന്ന് പറയുന്നത്. അതായത് അവരുടെ KYC വെരിഫിക്കേഷൻ നിങ്ങൾ നടത്തണം. അവരുടെ ആവശ്യമായ രേഖകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കണം. കമ്പനിയുടെ പോളിസി അനുസരിച്ച് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. കമ്പനി എന്താണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു ടാർഗറ്റ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി, എങ്ങനെയാണ് കസ്റ്റമറിൽ നിന്ന് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ട്രെയിനിങ് തരും. ആ ട്രെയിനിങ് അനുസരിച്ച് നിങ്ങൾ വെരിഫൈ ചെയ്യുക.
കസ്റ്റമർ ക്യൂരീസ് കൈകാര്യം ചെയ്യുക. അവരെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളോട് ഡൗട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു ഫോൺ വന്ന്, നിങ്ങൾ അങ്ങോട്ട് ആർക്കും ഫോൺ ചെയ്യേണ്ട കാര്യമില്ല, പക്ഷെ ആരെങ്കിലും ഫോൺ ചെയ്ത് നിങ്ങളോട് അവർക്ക് എന്തെങ്കിലും SBI കാർഡിനെ പറ്റി, അവരുടെ അപ്ലൈ ചെയ്തിട്ട് ഇതുവരെ കിട്ടിയില്ല, അല്ലെങ്കിൽ കാലതാമസം എടുക്കുന്നതിനെ പറ്റിയൊക്കെ അവർ ചോദിക്കുകയാണ്, അതിന് നിങ്ങൾ ഉത്തരം കൊടുക്കുക. അവിടെ എന്തെങ്കിലും പെൻഡിങ് കേസ് ഉണ്ട്, പല കേസുകൾ വരാം. SBI കാർഡിൽ അവർ പേയ്മെന്റ് ചെയ്തു, പേയ്മെന്റ് ക്രെഡിറ്റ് ആയില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാതെ കൂടുതൽ അടച്ച് അത് വന്നില്ല, ബില്ല് നിങ്ങൾ തെറ്റായിട്ട് ബില്ലുണ്ടാക്കി അവർക്ക് അയച്ച്, ഇതിന്റെയൊക്കെ അവർക്ക് അതിന്റെ ആൻസർ കൊടുക്കണം. അതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന ജോലികൾ. അപ്പൊ ഈ ഒരു ഉത്തരവാദിത്തങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ജോബ് പ്രൊഫൈൽ വരുന്നത്. നമുക്ക് നോക്കാം ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ്? നിങ്ങൾക്ക് എഴുത്തു പരീക്ഷയില്ല, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ആ ആൾക്കാരെ അവര് ഇന്റർവ്യൂവിനായിട്ട് വിളിക്കും. നിങ്ങൾ പേടിക്കേണ്ട, ഇന്റർവ്യൂവിനായിട്ട് നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് എങ്ങും പോകണ്ട, കൊച്ചിയിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊച്ചിയിലാണ് നിങ്ങളെ വിളിക്കുന്നത്. ഇനി നിങ്ങൾ കേരളത്തിന് പുറത്ത് എവിടെങ്കിലും അപ്ലൈ ചെയ്താൽ നിങ്ങൾ ഇന്റർവ്യൂവിന് വേണ്ടി നിങ്ങളെ ദൂരത്തേക്ക് വിളിക്കത്തില്ല, കൊച്ചിയിലേക്കേ വിളിക്കത്തുള്ളൂ. അതിനു മുന്നേ നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ച് നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫൈ ചെയ്യും. നിങ്ങൾ ഈ ഒരു കാര്യത്തിന് അപേക്ഷിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് അതിന്റെ അനുസരിച്ച് നിങ്ങൾ ബയോഡേറ്റ CV ഉണ്ടാക്കി നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു അപേക്ഷ ഫീസ് ഇല്ലെന്ന്. ജനറൽ OBC EWS SC ST എല്ലാവർക്കും ഫീസ് ഇല്ലാണ്. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, നിങ്ങളുടെ ഷോർട്ട് ലിസ്റ്റായി, ആപ്ലിക്കേഷൻ ഷോർട്ട് ലിസ്റ്റായി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചാൽ അപ്പൊ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കൊണ്ടുപോകേണ്ടത്, ഏതൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾ കൊണ്ടുപോകണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, നിങ്ങളുടെ സിഗ്നേച്ചർ വേണം, 10th 12th അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് പാസ്സായതിന്റെ സർട്ടിഫിക്കറ്റ് വേണം, ആധാർ കാർഡ് വേണം, ആവശ്യമായ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ SC ST OBC നിങ്ങളുടെ ഏജ് കൂടുതലാണെങ്കിൽ മാത്രം നിങ്ങൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾ സംഘടിപ്പിച്ചാൽ മതി. എങ്ങനെ അപ്ലൈ ചെയ്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ വീഡിയോയുടെ താഴെ ലിങ്ക് തന്നിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് കാർഡിന്റെ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു വെബ്സൈറ്റിലേക്കാണ് ചെല്ലുന്നത്. അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആർക്കെങ്കിലും നിങ്ങൾ ഈ ക്ലിക്ക് അവിടുന്ന് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഈ ഒരു ലിങ്ക് ഓപ്പൺ ആകില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് തരുന്നതായിരിക്കും. ഇനി ഒരു പ്രധാന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഞാനിപ്പോ ഇടുന്ന വീഡിയോ ആണെങ്കിൽ ഞാനും തന്നിരിക്കുന്ന തംബ്നെയിൽ അത് SBI കാർഡ് എന്നാ പറയുന്നത്. ഒരിക്കലും SBI കാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ല, ഇതൊരു പ്രൈവറ്റ് കമ്പനിയാണ്. അപ്പൊ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും SBI കാർഡ്. ഞാനിപ്പോ ഇടുന്ന ഈ വീഡിയോ ആണെങ്കിലും തംബ്നെയിൽ SBI കാർഡ് എന്നാ പറഞ്ഞിരിക്കുന്നത്. കാര്യം അത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം, SBI കാർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അല്ല. ഇവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ കാർഡ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക, പിന്നെ അതിന്റെ ഡീറ്റെയിൽ എടുക്കുക, കാർഡ് ഇഷ്യൂ ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇത് സെപ്പറേറ്റ് ഒരു കമ്പനിയാണ്, അല്ലാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ബ്രാഞ്ചോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ഇനി ഞാൻ അടുത്തതായിട്ട് പറഞ്ഞു, നിങ്ങൾ എൻഡിങ് ഡേറ്റിനെ പറ്റി നിങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് എൻഡിങ് ഡേറ്റ്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ എൻഡിങ് ഡേറ്റിന്റെ കാര്യമില്ല. ഞാനിപ്പോ ഒരു കണ്ടിന്യൂ ആയിട്ട് ഒരു 4-5 പ്രാവശ്യം ഈ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. അവിടെ എപ്പോഴും വേക്കൻസി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ആളിനെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നവര് ശരിയായിട്ട് അപ്ലൈ ചെയ്യുന്നില്ല. ഏത് കാര്യമാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ വേക്കൻസി എപ്പോഴും ഉണ്ട്. ആ വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബയോഡേറ്റ അതിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക, നല്ലൊരു ബയോഡേറ്റ ഉണ്ടാക്കുക. എനിക്കറിയാം പലരുടെയും പകുതി ബയോഡേറ്റയാണുള്ളത്, അത് വെച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. പകുതി എന്ന് പറഞ്ഞാൽ അര പേജിന്റെ അല്ലെങ്കിൽ ഒരു 2-3 വർഷം മുന്നേ ഉണ്ടാക്കിയ ബയോഡേറ്റയൊക്കെ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്താൽ അത് ശരിയാ. അതുകൊണ്ടാണ് ഒരു 99% ആൾക്കാർക്ക് ഈ ജോബ് കിട്ടാത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ, വേറെ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ മുന്നിലുള്ള വീഡിയോകളിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾ അപ്ലൈ എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി, അത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ എന്റെ വീഡിയോയുടെ താഴെ ലിങ്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.